കമ്മ്യൂണിസ്റ്റ് ആശയം മുൻനിർത്തി വിപ്ലവം പറഞ്ഞാണ് നിക്കരാഗ്വയിൽ ഡാനിയേൽ ഒർട്ടഗ അധികാരത്തിലെത്തിയത്. അധികാരത്തിന്റെ സുഖസൗകര്യത്തിൽ ഇടതുപോരാളിയിൽ നിന്ന് ഏകാധിപതിയിലേക്ക് കൂടുമാറിയ ഒർട്ടഗ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അവസാന വെളിച്ചവും കെടുത്തുകയാണ്. രാജ്യത്തിനി തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾക്കും വിമർശകർക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്നുമുള്ള ഭരണഘടനാ ഭേദഗതി പ്രഖ്യാപിച്ചത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് കാലാവധി നീട്ടിയ ഒർട്ടഗ ഭാര്യയെ ആജീവനാന്ത സഹപ്രസിഡന്റുമാക്കി. രാജ്യഭരണം സ്വന്തം കുടുംബത്തിന്റെ അവകാശമാക്കി മാറ്റി. ഏകാധിപത്യ ഭരണത്തിൽ ശ്വാസം മുട്ടുന്ന നിക്കരാഗ്വയിൽ ഡാനിയേൽ ഒർട്ടഗയെ കാത്തിരിക്കുന്ന അന്ത്യവിധി എന്താണ്? എല്ലാം നിരീക്ഷിച്ച് മൗനം നടിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും? അറിയാം അടുത്ത വാർത്തയിലൂടെ. മധ്യ അമേരിക്കൻ രാജ്യമായ നിക്കരാഗ്വയിൽ ഏറെക്കാലമായി നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതിയായ ഡാനിയേൽ ഒർട്ടഗയുടെ ഭരണമാണ്. ആ ഏകാധിപത്യം ഒന്നുകൂടി ഉറപ്പിക്കാൻ ഭരണഘടനാ ഭേദഗതികളും തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന പ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ് ഒർട്ടഗ. ഇക്കഴിഞ്ഞ ജൂലൈ 19 ഡാനിയേൽ ഒർട്ടഗ നടത്തിയ പ്രസ്താവന അസാധാരണ സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1979 തന്നെ അധികാരത്തിലെത്തിച്ച സാൻഡിനിസ്റ്റ വിപ്ലവത്തിന്റെ വാർഷികത്തിലാണ് ഒർട്ടഗ ഒരിക്കൽ കൂടി താനൊരു തികഞ്ഞ ഏകാധിപതിയാണെന്ന് തെളിയിച്ചത്. തിരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ഒർട്ടഗ ഇനി രാജ്യത്ത് തിരഞ്ഞെടുപ്പുണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചത് ആഗോള സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ജനാധിപത്യത്തെ പൂർണ്ണമായും നിരോധിക്കും വിധം പ്രതിപക്ഷ കക്ഷികൾ മറന്നേക്കുക, ഇവിടെ ഇനി തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകില്ല, അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ ഇനി തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകില്ല എന്നായിരുന്നു ഒർട്ടഗയുടെ വാക്കുകൾ. കൂടാതെ രാജ്യദ്രോഹികൾക്കും സർക്കാരിനെതിരെ അട്ടിമറി നീക്കം നടത്തുന്നവർക്കുമെതിരെ ശക്തമായ നിയമനിർമ്മാണം പാർലമെന്റായ നാഷണൽ അസംബ്ലി പാസാക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി. 2026 അവസാനത്തോടെ നടക്കേണ്ടിയിരുന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വിവാദപരമായ ഭരണഘടനാ ഭേദഗതിയിലൂടെ 2027 നീട്ടിയതിന് പിന്നാലെയാണ് ഒർട്ടഗയുടെ പുതിയ നീക്കം. ഭാര്യയും സഹപ്രസിഡന്റുമായ റൊസാരിയോ മുറില്ലോയോടൊപ്പം രാജ്യത്തിന്റെ അധികാരം പൂർണ്ണമായും കൈപ്പിടിയിൽ നിർത്താനുള്ള ശ്രമമായാണ് ഒർട്ടഗയുടെ പുതിയ പ്രഖ്യാപനത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രസിഡന്റിന്റെ കാലാവധി 6 വർഷത്തിൽ നിന്ന് 7 വർഷമായി ഉയർത്താനാണ് നിർദ്ദേശം. മുൻപിത് 5 വർഷമായിരുന്നു. ഭേദഗതിയിലൂടെ കഴിഞ്ഞ വർഷം 6 വർഷമാക്കുകയും ഭാര്യ റൊസാരിയോ മുറില്ലോയെ കോ പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. 6 വർഷത്തെ കാലാവധി 2026 കഴിയേണ്ടതായിരുന്നു. എന്നാൽ പുതിയ നീക്കത്തിലൂടെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. അതിനുശേഷവും അധികാരത്തിൽ തുടരാനാണ് പ്രതിപക്ഷ നേതാക്കൾക്ക് വിലക്കേർപ്പെടുത്തിയത്. പ്രതിപക്ഷ നേതാക്കളെ രാജ്യദ്രോഹികളെന്നും അട്ടിമറിക്കാരെന്നും മുദ്രകുത്തിയാണ് ഒർട്ടഗ തന്റെ ഏകാധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ ശ്രമിക്കുന്നത്. രാജ്യദ്രോഹികൾക്ക് ഭാവിയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ അനുവദിക്കാത്ത വിധത്തിലാണ് ഭരണഘടനാ ഭേദഗതി. ഒർട്ടഗ മുന്നോട്ട് വച്ച ഭേദഗതി സെപ്റ്റംബറോടെ പാർലമെന്റ് പാസാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാവിയിൽ തിരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളാണ് ഒർട്ടഗ നടത്തുന്നത്. പ്രതിപക്ഷം അധികാരം പിടിച്ചെടുക്കുന്നത് തടയാൻ തിരഞ്ഞെടുപ്പുകൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഒർട്ടഗ ഇതിനു മുൻപും നിരവധി തവണ വെളിപ്പെടുത്തിയിരുന്നു. 2018 ഏപ്രിലിൽ നടന്ന ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം രാജ്യത്തെ സിവിൽ സമൂഹത്തിനും രാഷ്ട്രീയ എതിരാളികൾക്കുമെതിരെ ശക്തമായ നടപടികളാണ് ഒർട്ടഗ സ്വീകരിച്ചു വരുന്നത്. എതിരാളികളെ അമേരിക്കൻ പിന്തുണയുള്ള ഗൂഢാലോചനക്കാരെന്നും രാജ്യദ്രോഹികളുമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. നിക്കരാഗ്വയിലെ പുതിയ ഭരണഘടനാ ഭേദഗതി നീക്കത്തെ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ഐക്യരാഷ്ട്രസഭ തുടങ്ങിയവർ അപലപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഉപരോധങ്ങളും രൂക്ഷമായ വിമർശനങ്ങളും നേരിടുമ്പോഴും റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെയാണ് ഒർട്ടഗ ഭരണം തുടരുന്നത്. ലോകമെമ്പാടുമുള്ള ജനാധിപത്യത്തെ നിരീക്ഷിക്കുന്ന വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി അഥവാ വീഡം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഭരണകൂടം അധികാരത്തിലിരിക്കുന്നത് നിക്കരാഗ്വയിലാണെന്നാണ്. ജനാധിപത്യത്തെ പൂർണ്ണമായും നിരോധിക്കും വിധം പ്രസിഡന്റ് ഡാനിയേൽ ഒർട്ടഗ നടത്തിയ പ്രഖ്യാപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഒർട്ടഗയുടെ സ്വേച്ഛാധിപത്യ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതികരണവുമായി റൂട്ട ഡെൽ കാമ്പിയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവും മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഫെലിക്സ് മർദിയാഗ രംഗത്തെത്തി. ജൂലൈ 19 ചടങ്ങിൽ ഏകാധിപതി ഡാനിയേൽ ഒർട്ടഗ നടത്തിയ പ്രസ്താവനകൾ കരുത്തിനെയല്ല
മറിച്ച് അദ്ദേഹത്തിന്റെ ഭയത്തെയാണ് വെളിപ്പെടുത്തുന്നത്. നിക്കരാഗ്വയിൽ ഇനി തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകില്ല എന്ന് പറയുന്നതിലൂടെ തന്റെ ഭരണത്തിന് യാതൊരുവിധ ജനാധിപത്യ മത്സരങ്ങളും നേരിടേണ്ടി വരരുത് എന്ന സ്വന്തം ലക്ഷ്യമാണ് പരസ്യമായി സമ്മതിക്കുന്നത്. നിക്കരാഗ്വയിൽ ഇനി തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകില്ല എന്ന് പറയുന്നതിലൂടെ തന്റെ ഭരണത്തിന് യാതൊരുവിധ ജനാധിപത്യ മത്സരങ്ങളും നേരിടേണ്ടി വരരുത് എന്ന സ്വന്തം ലക്ഷ്യമാണ് പരസ്യമായി സമ്മതിക്കുന്നതെന്ന് മരദിയാഗ തുറന്നടിച്ചു. 2018 പൗരപ്രക്ഷോഭങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ലിബറൽ ഡെമോക്രാറ്റിക് പ്രസ്ഥാനമാണ് റൂട്ടാ ഡെൽ കാംബിയോ. ഇടതുപക്ഷത്തോട് കൂറുപുലർത്തിയിരുന്ന കുടുംബത്തിൽ 1946 ഡാനിയൽ ഒർട്ടേഗ ജനിച്ചത്. അമേരിക്കയുടെ പിന്തുണയോടെ നിക്കരാഗ്വയിൽ ഭരണം നടത്തിയിരുന്ന സർക്കാരുകളെ എതിർത്തിരുന്ന സാൻഡിനിസ്റ്റ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘടനയിലൂടെയാണ് ഒർട്ടേഗ രാഷ്ട്രീയ രംഗത്ത് ചുവടുറപ്പിക്കുന്നത്. പോലീസ് വേട്ടയിൽ നിന്ന് രക്ഷപ്പെടാനായി ക്യൂബയിലും മറ്റും ഒളിവ് ജീവിതം നയിച്ചിട്ടുണ്ട്. 1970കളിൽ അധികാരത്തിലിരുന്ന അനസ്താനിയ സോമോസ സർക്കാരിനെതിരെ കലാപം നടത്തിയവരുടെ മുൻനിരയിലുണ്ടായിരുന്നു ഡാനിയൽ ഒർട്ടേഗ. മാർക്സിസ്റ്റ് ഗറില്ലകളും കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളെ കൂടി ചേർത്ത് വിശാല മുന്നണി രൂപീകരിച്ചാണ് അനസ്താസിയ സോമോസ ഭരണകൂടത്തിനെതിരെ ഒർട്ടേഗയും സംഘവും പ്രക്ഷോഭം നടത്തിയത്. 1979 സൊമോസ സർക്കാർ വീണതോടെ ഡാനിയൽ ഒർട്ടേഗ ഉൾപ്പെടുന്ന ഒരു 5-അംഗ ദേശീയ പുനർനിർമ്മാണത്തിനുള്ള സംഘം അധികാരത്തിൽ വന്നു. നിക്കരാഗ്വ സർക്കാർ സോവിയറ്റ് യൂണിയൻ ചേരിയിലേക്ക് അടുത്തുവെന്നാരോപിച്ച് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ കോൺട്രാസ് എന്നറിയപ്പെട്ടിരുന്ന സർക്കാർ വിരുദ്ധ വിഭാഗങ്ങൾക്ക് CIA വഴി പണം നൽകിയെന്നാണ് ആരോപണം. ഇതേ തുടർന്ന് സർക്കാർ സേനയും വിമതരും തമ്മിൽ വർഷങ്ങൾ നീണ്ട ആഭ്യന്തര സംഘർഷത്തിലായി. 1,00,000-ഓളം പേർ ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 1984 നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ 67% വോട്ടുകൾ നേടി ഒർട്ടേഗ പ്രസിഡന്റായി അധികാരമേറ്റു. 1990 നടന്ന തെരഞ്ഞെടുപ്പിൽ സാൻഡിനിസ്റ്റ വിരുദ്ധ മുന്നണി സ്ഥാനാർത്ഥി വയലേറ്റ ചമോറ പരാജയപ്പെടുത്തി ഏവരെയും ഞെട്ടിച്ചെങ്കിലും 1996 2001 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു. 2006 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഡാനിയൽ ഒർട്ടേഗ ജനാധിപത്യത്തിന്റെ നെടുംതൂണുകളായ കോടതി, നിയമനിർമ്മാണ സഭ എന്നിവയിൽ സാൻഡിനിസ്റ്റക്കാരെ കുത്തിനിറച്ച് ആ സ്ഥാപനങ്ങളെ പൂർണ്ണമായും തനിക്ക് അനുകൂലമാക്കി. ഇതോടൊപ്പം രാജ്യത്തെ മാധ്യമ സ്ഥാപനങ്ങളും പിടിച്ചെടുത്ത ഒർട്ടേഗയുടെ ബന്ധുക്കൾക്കും അടുത്തുള്ള സുഹൃത്തുക്കൾക്കും മേൽനോട്ട ചുമതല നൽകി. പിന്നാലെ ഭരണഘടനാ ഭേദഗതി വരുത്തി ജീവിതകാലം മുഴുവൻ പ്രസിഡന്റായി വാഴാനുള്ള വഴിയൊരുക്കി. ഇതോടൊപ്പം ഭാര്യ റൊസാരിയോ മുറിലോയെ അധികാരത്തിൽ ഒപ്പം കൂട്ടാനും ഒർട്ടേഗ മറന്നില്ല. 2016 2021 തനിക്കൊപ്പം വൈസ് പ്രസിഡന്റായി മത്സരിച്ച ഭാര്യയെ 2025 രാജ്യത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ആജീവനാന്ത സഹപ്രസിഡന്റാക്കി. തനിക്ക് ശേഷം രാജ്യത്തിന്റെ ഭരണം ഭാര്യയിൽ ഭദ്രമാക്കിയ ശേഷമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പുകളും ഒർട്ടേഗ റദ്ദാക്കിയത്. പ്രതിപക്ഷ നേതാക്കളെയും നിശബ്ദരാക്കി രാജ്യത്ത് സമ്പൂർണ്ണ ഏകാധിപത്യം നടപ്പിലാക്കുകയാണ് ഡാനിയൽ ഒർട്ടേഗ. വെനസ്വേലയുടെ സോഷ്യലിസ്റ്റ് ഏകാധിപതിയായിരുന്ന പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോവിനെയും ഭാര്യയെയും രാത്രിയുടെ മറവിൽ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിക്കരാഗ്വയിലെ പരമാധികാരിയായ ഡാനിയൽ ഒർട്ടേഗയുടെ പ്രഖ്യാപനങ്ങളെക്കുറിച്ച് കമാന്നൊരക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇറാനിലെ പ്രശ്നങ്ങളൊന്ന് ഒതുക്കിയ ശേഷം ട്രംപ് പ്രതികരിച്ചേക്കാം. അത് മറ്റൊരു ഭരണകൂട അട്ടിമറി ആയിരിക്കുമോ എന്ന് വരും നാളുകളിൽ കണ്ടറിയാം.